പോലീസ് സ്റ്റേഷനുകളിലെ ഇടിമുറി മർദ്ദനങ്ങളിൽ മുഖം രക്ഷിക്കാൻ സർക്കാർ. മുഖ്യമന്ത്രി മൗനം തുടരുമ്പോൾ പോലീസ് മർദ്ദനത്തെ വിമർശിച്ച് മന്ത്രി വി ശിവൻകുട്ടി. ഗവൺമെന്റിനും സമൂഹത്തിനും ദോഷപ്പേരുണ്ടാക്കുകയും ഈ സേനയിൽ തന്നെ നിലനിർത്തുവാൻ യോഗ്യതയില്ലാത്ത ചില ഓഫീസർമാരുണ്ട്. അവരെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സ്റ്റേഷൻ മർദ്ദനങ്ങളുടെ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. അടൂരിൽ ദളിത് സംഘടനാ നേതാവിനെ ബൂട്ടിട്ട് ചവിട്ടി. പീച്ചിയിൽ ഹോട്ടൽ മാനേജറെ തല്ലി കൈക്കൂലി വാങ്ങിയ SI PM രതീഷിനെതിരെ നടപടിക്ക് സാധ്യത. ധർമ്മസ്ഥലയിൽ സുപ്രധാന വഴിത്തിരിവ്. ബംഗ്ലഗുഡയിൽ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ. ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത് മരിച്ചയാളുടെ ബന്ധു ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത്. SIT നടത്തിയ പരിശോധനയിൽ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സാമൂഹ്യ മാധ്യമ പ്രചാരണങ്ങളിലൂടെ തിരികെ എത്തിക്കാനുള്ള നീക്കം VD സതീശന്റെ ഇടപെടലിൽ പാളുന്നു. റീൽസിലും സൈബർ ഇടത്തിലും അല്ല കോൺഗ്രസ് എന്ന സതീശന്റെ പ്രഖ്യാപനം രാഹുൽ അനുകൂലികൾക്കുള്ള മുന്നറിയിപ്പ്. ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ചുമതലയിൽ നിന്ന് VT ബൽറാം രാജിവെച്ചെന്ന പ്രചാരണം കള്ളമെന്ന് സണ്ണി ജോസഫ്. മാടായിപ്പാറയിലെ ജമാഅത്തെ ഇസ്ലാമി പരിപാടിക്കെതിരെ പ്രതിഷേധിച്ച BJP പ്രവർത്തകർക്കെതിരെ കേസ്. ലഹള ഉണ്ടാക്കണമെന്ന ഉദ്ദേശ്യത്തോടെ പ്രകടനം നടത്തിയെന്ന് FIR. ഓപ്പറേഷൻ സിന്ദൂർ പൂക്കള വിവാദത്തിൽ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് BJP മാർച്ച്. രാഷ്ട്രീയ നേതാക്കളെ അധിക്ഷേപിച്ച് സമസ്ത നേതാവ് ബഹാവുദ്ദീൻ നദ്വി. പല മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും ഭാര്യയ്ക്ക് പുറമെ ഇൻചാർജ് ഭാര്യമാർ. നമ്മുടെ നാട്ടിൽ കുറെ MP മാരുണ്ട്, MLA മാരുണ്ട്, മന്ത്രിമാരുണ്ട്, കേന്ദ്രമന്ത്രി. അവർക്കൊക്കെ ഒരു ഭാര്യ ഉണ്ടാവും. പിന്നെ ഇൻചാർജ് ഭാര്യമാർ വേറെ ഉണ്ടാവും. വൈഫ് ഇൻചാർജ് എന്ന പേരെങ്ങനെ പറയില്ല എന്ന് മാത്രം. ബഹുഭാര്യത്വത്തെ തള്ളിപ്പറയുന്നവർ രഹസ്യബന്ധം വയ്ക്കുന്നുവെന്നും മുഷാവറ അംഗം. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് വീണ്ടും മരണം. മരിച്ചത് മലപ്പുറം തിരുവാലി സ്വദേശി ശോഭന. ഒരു മാസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണം 5 3 കുട്ടികൾ ഉൾപ്പെടെ 10 പേർ ചികിത്സയിൽ. തൃശൂരിനെ ഇളക്കിമറിക്കാൻ പുലികൾ ഒരുങ്ങുന്നു. പുലിമടകൾ ആവേശത്തിൽ. അല്പസമയത്തിനകം പുലികൾ സ്വരാജ് റൗണ്ടിലേക്ക്. മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെയും പ്രതിരോധത്തിലാക്കി സംസ്ഥാനത്തെ കസ്റ്റഡി മർദ്ദനങ്ങൾ. തുടർച്ചയായി പോലീസ് മർദ്ദന വാർത്തകൾ പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ആരോപണ വിധേയരായവർക്കെതിരെ അച്ചടക്ക നടപടിയെടുത്ത് മുഖം രക്ഷിക്കാൻ സർക്കാർ ഒരുങ്ങുന്നതിനിടെ പോലീസ് മർദ്ദനത്തെ വിമർശിച്ച് മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി. ഗവൺമെന്റിനും സമൂഹത്തിനും ദോഷപ്പേരുണ്ടാക്കുകയും ഈ സേനയിൽ തന്നെ നിലനിർത്തുവാൻ യോഗ്യതയില്ലാത്ത ചില ഓഫീസർമാരുണ്ട്. അവരെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പരാതി ഉണ്ടെങ്കിൽ ഇപ്പോൾ നടപടി സ്വീകരിച്ചല്ലോ. നടപടി പ്രാഥമികമായി സ്വീകരിക്കുന്നു. കൂടുതൽ പരാതികളുണ്ടെങ്കിൽ കർശനമായി നടപടി സ്വീകരിക്കും. പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനമേൽക്കുന്ന വാർത്തകൾ തുടർച്ചയായി വരുന്നത് ആഭ്യന്തര വകുപ്പിനെയും സർക്കാരിനെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുകയാണ്. കസ്റ്റഡി മർദ്ദനങ്ങൾക്കെതിരെ വലിയ ജനവികാരം പൊതുവിൽ ഉണ്ടാകുന്നുണ്ട്. കോൺഗ്രസ് ആകട്ടെ ഇത് തങ്ങൾക്ക് ഉണ്ടായിരുന്ന രാഷ്ട്രീയ പ്രതിസന്ധികൾ മറികടക്കാനുള്ള ഒരു അവസരമായി കൂടി കാണുകയാണ്. വലിയ പ്രതിഷേധ പരിപാടികൾക്കാണ് സംസ്ഥാന വ്യാപകമായി UDF-ഉം കോൺഗ്രസും ആസൂത്രണം ചെയ്യുന്നത്. നേരത്തെ തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ വിമർശനങ്ങൾ ഈ ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് മുതൽ ഉണ്ടായിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിൽ മുഖ്യമന്ത്രിയുടെ മേൽനോട്ടമില്ല, ആ ഭരണം മോശപ്പെട്ടതാണ് തരത്തിലുള്ള അഭിപ്രായങ്ങൾ പാർട്ടിക്കുള്ളിൽ പോലും നേരത്തെ ഉയർന്നു വന്നാണ്. ഇപ്പോൾ തുടർച്ചയായി കസ്റ്റഡി മർദ്ദന വാർത്തകൾ പുറത്തു വരുമ്പോൾ പോലീസിനെ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി കഴിയുന്നില്ല എന്ന വിമർശനമായി കൂടി അത് മാറുകയാണ്. സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾക്ക് UDF തയ്യാറെടുക്കുമ്പോൾ അതെങ്ങനെ മറികടക്കുമെന്ന കാര്യത്തിൽ ചർച്ചകൾ സജീവമാണ്. പോലീസിലെ ചെറിയൊരു വിഭാഗം മാത്രമാണ്, നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന വലിയൊരു സേനയാണ്. അതിൽ ചെറിയൊരു വിഭാഗം മാത്രമാണ് ഇത്തരം കസ്റ്റഡി മർദ്ദനങ്ങൾ ഇടിയൻ പോലീസുകാരായി മാറുന്നുവെന്ന പ്രതിരോധമുണ്ട്. പക്ഷേ എത്രത്തോളം അത് ഫലം കാണുമെന്ന് പറയാൻ കഴിയില്ല. കാരണം വലിയ രീതിയിലുള്ള
ജനവികാരം ഇത്തരം സംഭവങ്ങൾക്കെതിരെ ഉണ്ടാകുമ്പോൾ അതും പലതും ഈ കസ്റ്റഡി മർദ്ദനത്തെ തെളിവായി പോലീസ് സ്റ്റേഷനുകളിലെ CCTV-കൾ തന്നെ മാറുന്ന സാഹചര്യം കൂടിയുണ്ട്. കോൺഗ്രസ് ആകട്ടെ ഇതൊരു അവസരമായി കണ്ടുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ, നേരത്തെ ഉണ്ടായ സംഭവങ്ങൾ പോലും അതിന്റെ CCTV ദൃശ്യങ്ങൾ പോലും ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ വിവരാവകാശ നിയമം ഉപയോഗിച്ചുകൊണ്ട് തന്നെ കസ്റ്റഡി മർദ്ദനങ്ങളുടെ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ, അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ, അത് വലിയൊരു ജനവികാരമാക്കി വളർത്തിയെടുക്കാൻ കോൺഗ്രസ് ബോധപൂർവം ശ്രമിക്കുന്നുമുണ്ട്. അത് വലിയ രീതിയിലൊരു പ്രതിസന്ധിയിലേക്ക് സർക്കാരിനെ കൊണ്ടുപോകുമെന്ന് ഉറപ്പാണ്. പൊതുവിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ സംസ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിവാദവും ഒക്കെ ഉയർന്നു വന്നതോടുകൂടി ഉണ്ടാകുന്നു എന്ന വിലയിരുത്തൽ വരുമ്പോഴാണ് സർക്കാരിനെ, ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കി, പ്രതിസന്ധിയിലാക്കി ഈ വിവാദം കൂടി പടർന്നു പിടിക്കുന്നത്. അതെങ്ങനെ മറികടക്കാം എന്നൊരു ചർച്ചകൾ നടക്കുന്നത്. ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ ഈ കസ്റ്റഡി മർദ്ദനങ്ങളെ തള്ളി രംഗത്ത് വന്നിരുന്നു. കസ്റ്റഡി മർദ്ദനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരെ, അത്തരം കിരാതമായ ഇന്ത്യൻ പോലീസ് മുറകൾ പ്രയോഗിക്കുന്ന ഇന്ത്യൻ പോലീസുകാരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ഇത്തരം നടപടികളിലൂടെ മുഖം രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ആഭ്യന്തര വകുപ്പ്. അതേസമയം അത്ര എളുപ്പമല്ലാത്തൊരു കാര്യമായത് മാറുകയും ചെയ്യുന്നു. കാരണം എങ്ങനെയാണ് ഈ പ്രതിസന്ധി ഈ രീതിയിൽ മറികടക്കാനാവുന്നതിനെ സംബന്ധിച്ച് കൃത്യമായൊരു ധാരണ സർക്കാരിനും CPM-നുമില്ല. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഏത് തരത്തിൽ ഉണ്ടാകുമെന്നാണ് ഇനി അറിയേണ്ടത്. മുഖ്യമന്ത്രിക്ക് മുന്നിലും ഇത്തരം നിരവധി പരാതികൾ, CPM നേതാക്കളുടെ പരാതികൾ പോലും പോലീസിനെതിരെ ഉണ്ട്. പോലീസുകാർ മോശമായി പെരുമാറുന്നതും ഇത്തരത്തിൽ കസ്റ്റഡിയിലും അല്ലാതെ കസ്റ്റഡി എടുക്കാൻ വരുമ്പോഴുമൊക്കെ വലിയ രീതിയിൽ മർദ്ദിക്കുന്നതും മോശം ഭാഷ ഉപയോഗിക്കുന്നതുമൊക്കെ വലിയ പരാതികൾ CPM-ൽ തന്നെയുണ്ട്. CPM നേതാക്കൾ ഇതിനകം പരാതിയുമായി രംഗത്ത് വന്നു. വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയായി മാറുന്നതിന് മുമ്പ് അതിൽ നിന്ന് പുറത്തെടുക്കാനുള്ള വഴികളാണ് ആഭ്യന്തര വകുപ്പും CPM-ഉം തേടുന്നത്. മുഖ്യമന്ത്രി മൗനം തുടരുമ്പോൾ ഇടിമുറി മർദ്ദനത്തിന്റെ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. പത്തനംതിട്ട അടൂരിൽ റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനെ പോലീസ് അകാരണമായി മർദ്ദിച്ചതായി പരാതി വന്നിട്ടുണ്ട്. ദളിത് സംഘടനാ നേതാവും റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനുമായ ബാബുവാണ് അടൂർ SI ആയിരുന്ന അനൂപ് ചന്ദ്രനെതിരെ പരാതി നൽകിയത്. കാലിലും ശരീരത്തിലും ബൂട്ടിട്ട് ചവിട്ടി മർദ്ദിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത്. സാമ്പത്തിക തർക്കം പരിഹരിക്കാനാണ് ദളിത് സംഘടനാ നേതാവും റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനുമായ പള്ളിക്കൽ സ്വദേശി ബാബു മെയ് 27-ന് അടൂർ പോലീസ് സ്റ്റേഷനിലെത്തിയത്. പരാതി CIയുടെ മധ്യസ്ഥതയിൽ ഒത്തുതീർപ്പാക്കി. തുടർന്ന് പരാതിയില്ലെന്ന് എഴുതി നൽകാൻ ആവശ്യപ്പെട്ട് CI സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോയി. പിന്നാലെ എത്തിയ SI അനൂപ് ചന്ദ്രൻ എന്തിനാണ് വന്നതെന്ന് ചോദിച്ച ശേഷം ഒരു കാരണവുമില്ലാതെ അസഭ്യം പറഞ്ഞ് മർദ്ദിച്ചുവെന്നാണ് ബാബുവിന്റെ പരാതി. ഒരു പ്രതിയെ പോലെ അല്ലെങ്കിൽ ഒരു നികൃഷ്ടമായി അദ്ദേഹത്തിന്റെ കനത്ത ബൂട്ടിട്ട് എന്റെ കാലിന്റെ പാദത്തിന് മുകളിൽ ചവിട്ടുകയായിരുന്നു ചെയ്തത്. വലത്തെ കാലുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ചവിട്ടുകയാണ്. അങ്ങനെ മുറിവുണ്ടാകുകയും ഹോസ്പിറ്റലിൽ പോയി അത് മുറിവിന് മരുന്ന്, അത് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റുകളും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അസുഖബാധിതനാണെന്നും ഉപദ്രവിക്കരുതെന്നും ബാബുവിന്റെ ഭാര്യ കരഞ്ഞു പറഞ്ഞെങ്കിലും ഭാര്യയും SI അസഭ്യം പറഞ്ഞുവെന്നും ജാതീയമായി അധിക്ഷേപിച്ചെന്നും പരാതിയിൽ പറയുന്നു. മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും SIക്കെതിരെ ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് ബാബു. ഞാനൊരു റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്ന് പറയുകയും അപ്പോൾ ഒരു സമുദായത്തിന്റെ സെക്രട്ടറി ആണെന്നും താലൂക്കിന്റെ ഒരു ഖജാൻജിയാണെന്നൊക്കെ പറഞ്ഞപ്പോഴും അത് എന്റെ സമുദായത്തെയും എന്നെയും വ്യക്തിപരമായും ഈ ജോലി സംബന്ധമായ ബാങ്കിനെ അടക്കം അധിക്ഷേപിച്ചിട്ടാണ് എന്നെ പോലുള്ള ഒരാളെ ഈ ഇവിടെ ഭൂമി പോലും വെച്ചേക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ അദ്ദേഹം വന്ന് ഉപദ്രവിക്കുകയായിരുന്നു ചെയ്തത്. സംഭവത്തിന് പിന്നാലെ SIയെ സ്ഥലം മാറ്റിയെന്നും ഒത്തുതീർപ്പ് വേണമെന്നാവശ്യപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥർ സമീപിക്കുന്നുണ്ടെന്നും ബാബു പറയുന്നു. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ റിപ്പോർട്ട് തേടിയെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥർ തുടർ നടപടികൾ അട്ടിമറിക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. സംഭവ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് ഡിവൈഎസ്പിക്ക് അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെയും ലഭ്യമാക്കിയിട്ടില്ല. ന്യൂസ് 18 പത്തനംതിട്ട. പോലീസ് മർദ്ദനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ കാഴ്ച ഭാഗികമായി നഷ്ടപ്പെട്ടു. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് നിർദ്ദേശം നൽകിയെങ്കിലും ഇതുവരെ ഫലമുണ്ടായിട്ടില്ല. യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദിനാണ് മർദ്ദനമേറ്റത്. 2022 ജൂൺ 14 തൊടുപുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ലാത്തി ചാർജ് നടക്കുന്നത്. ഇടുക്കി DCC പ്രസിഡന്റിനെ CPM പ്രവർത്തകർ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിൽ തൊടുപുഴയിൽ മാർച്ച് നടന്നത്. മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ലാത്തി ചാർജ് നടത്തി. ലാത്തി ചാർജിനിടയിലാണ് ബിലാൽ സമദിന് പരിക്കേറ്റത്. ബിലാലിന്റെ കണ്ണിനും തലയ്ക്കും പോലീസിന്റെ ലാത്തി കൊണ്ടുള്ള അടിയേറ്റു. 3 മാസത്തോളം ബിലാൽ ആശുപത്രിയിൽ ചികിത്സയിലായി. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ വരെ എത്തി കാര്യങ്ങൾ. പിന്നീട് നാളുകൾ നീണ്ട ചികിത്സയ്ക്കൊടുവിലാണ് കാഴ്ച തിരിച്ചു കിട്ടിയത്.
അന്നത്തെ പോലീസിന്റെ അടിയിൽ ബിലാലിന്റെ ഒരു കണ്ണിന്റെ 70% കാഴ്ചയാണ് നഷ്ടപ്പെട്ടത്. അന്നത്തെ അടിക്ക് ഇടത് കണ്ണിനാണ് പരിക്ക് പറ്റിയത്. ഏകദേശം കൺപോളയിൽ 28ഓളം സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ഇടത് കണ്ണിന്റെ ലെൻസ് പൂർണ്ണമായിട്ടും തകർന്ന് അത് നമ്മൾ മാറ്റിവെച്ചു. ഇപ്പോഴും അതിന്റെ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറ്റക്കാരനായിട്ടുള്ള അജിൻ DD എന്ന് പറയുന്ന പോലീസുകാരനെതിരെ കർശന നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് കംപ്ലയിൻറ്റ്സ് അതോറിറ്റിയുടെ ഓർഡർ ഈ കഴിഞ്ഞ മാർച്ച് മാസം 20-ാം തീയതി ഇറങ്ങിയതാണ്. അപ്പോൾ 5 മാസത്തോളം കഴിഞ്ഞു. പക്ഷെ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. തന്നെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാൻ ഇടയാക്കിയ പോലീസുകാരനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബിലാൽ കേരള പോലീസിനും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി. എന്നാൽ പോലീസ് പരാതി പരിഗണിച്ചില്ല. തുടർന്ന് ബിലാൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു. ഇതിനിടെ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി പോലീസുകാരനെതിരെ നടപടി വേണമെന്ന് നിർദ്ദേശിച്ചു. പോലീസുകാരന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്നും നിരീക്ഷിച്ചു. മാർച്ച് മാസത്തെ ഉത്തരവിൽ കർശന നടപടി പോലീസുകാരനെതിരെ വേണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ നിർദ്ദേശം വന്ന് 4 മാസം പിന്നിട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ലാത്തിയിൽ കമ്പി കെട്ടി മർദ്ദിച്ചു എന്നതായിരുന്നു ബിലാലിന്റെ ആരോപണം. 6 സ്റ്റിച്ചായിരുന്നു തലയിലുണ്ടായിരുന്നത്. മർദ്ദനത്തിൽ ബിലാലിന്റെ കണ്ണിന്റെ ലെൻസ് മാറിവെച്ചെങ്കിലും ചികിത്സ ഇപ്പോഴും തുടരുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. പീച്ചിയിലെ പോലീസ് മർദ്ദനത്തിൽ നടപടിക്ക് സാധ്യത. ഹോട്ടൽ ഉടമയെയും മകനെയും മർദ്ദിച്ച SI PV രതീഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് നടപടിക്ക് സാധ്യതയുള്ളത്. രതീഷ് ഇന്നും അവധിയിലാണ്. പീച്ചി പോലീസ് സ്റ്റേഷനിലുണ്ടായ സംഭവത്തിൽ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ സൂചനയാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് അന്ന് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഈ കാര്യങ്ങൾക്ക് പരാതിക്കാരനെ അടക്കം ചോദ്യം ചെയ്യുകയും അവരെ ലോക്കപ്പിലേക്ക് അടക്കുകയും എല്ലാം തന്നെ ചെയ്ത SI ആയിരുന്ന PM രതീഷിനെ ഉൾപ്പെടെ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ ഒരു സൂചനകളാണ് ലഭിക്കുന്നത്. ഇതിന്റെ പ്രകാരം നേരത്തെ സ്വീകരിച്ച അച്ചടക്ക നടപടികൾ എന്തായിരുന്നോ അത് വിശദമാക്കാനടക്കം ഒരു കാര്യങ്ങൾ വകുപ്പിനകത്തു നിന്ന് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പരാതി ഉയർന്നിട്ടും ഇയാൾക്ക് പ്രൊമോഷൻ അടക്കം അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം അടക്കം ലഭിക്കാനിടയായ ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന് ഈ പരാതി നിലനിൽക്കെ തന്നെ 1 മാസത്തിനുള്ളിൽ തന്നെ സ്ഥാനക്കയറ്റം ലഭിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഇത്തരം പരാതികൾ നിലനിൽക്കെ തന്നെ സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഈ പരാതികളിൽ ഒരു തുടരന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല. ആകെ നടന്നത് കൈക്കൂലി വാങ്ങി എന്ന് പറയുന്നവർക്ക്, ഉദ്യോഗസ്ഥർക്ക് വാങ്ങി നൽകി എന്ന് പറയുന്ന ഒരാൾക്കെതിരെ അന്വേഷണം നടത്തുകയും പണം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന റിപ്പോർട്ട് നൽകുകയും പിന്നീട് അയാൾക്ക് ജാമ്യം ലഭിക്കുകയുമാണ് ചെയ്തത്. പക്ഷെ അപ്പോൾ പോലും പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് ഒരു അന്വേഷണം ഉണ്ടായിരുന്നില്ല. കമ്മീഷണറായിരുന്ന അദ്ദേഹത്തിന് തന്നെയാണ് അഞ്ജിത് അശോകനാണ് പരാതി നേരിട്ട് നൽകുകയും ചെയ്തത്. പക്ഷേ നടപടികൾ ഉണ്ടാകാത്തൊരു സാഹചര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചപ്പോൾ അതെല്ലാം എങ്ങനെയാണ് ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പിൽ തന്നെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് അടക്കം നീങ്ങുമെന്ന സൂചനയാണ് ഉള്ളത്. അതിനൊരു പ്രത്യേക കാരണമെന്ന് പറയുന്നത് ഈ കേസ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കോടതി മേൽനോട്ടത്തിൽ മജിസ്ട്രേറ്റ് കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഒരു വിശദമായ റിപ്പോർട്ട് കോടതിക്ക് അടക്കം നൽകേണ്ടതുണ്ട്. ഇതിന്റെ CCTV ദൃശ്യങ്ങളടക്കം ശക്തമായ തെളിവായി പുറത്തു വന്നൊരു സാഹചര്യത്തിൽ കൂടി നടപടികളിലേക്ക് നീങ്ങാൻ ആഭ്യന്തര വകുപ്പും നിർബന്ധിതമാണ്. കാരണം അല്ലായെങ്കിൽ കോടതിയിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ ഇതൊരു പ്രതികൂലമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അത് വകുപ്പിനെയും ഒപ്പം തന്നെ സർക്കാരിനെയും തന്നെ പ്രതിച്ഛായ വളരെ പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കും. ആ ഒരു ബോധത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് നടപടികളിലേക്ക് നീങ്ങുക, പ്രാഥമികമായിട്ട് തന്നെ നീങ്ങാനായിട്ടുള്ളൊരു നിർദ്ദേശത്തിലേക്ക് വരുന്നത്. നിലവിൽ ഇപ്പോൾ എറണാകുളം കടവന്ത്ര സ്റ്റേഷനിലെ CI ആയിട്ടാണ് ഈ ഉദ്യോഗസ്ഥനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവധിയായിരുന്നു. ആ അവധിയുടെ ഒരു തുടർച്ചയിലേക്ക് വീണ്ടും കടന്നിട്ടുണ്ട്. അതൊരു അച്ചടക്ക നടപടിയുടെ ഒരു സൂചനയാണോ എന്ന് പോലും സംശയം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് വരികയും ചെയ്യും. കുന്നംകുളം സംഭവത്തിന് പിന്നാലെ പീച്ചിയും പോലീസിന് നാണക്കേടുണ്ടാക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് ഒരു പൊതുവിലയിരുത്തൽ ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഇടിമുറി മർദ്ദനങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുകയാണ്. ഇപ്പോൾ കാണുന്നത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന പ്രകടനമാണ്. പോലീസ് തടഞ്ഞിരിക്കുകയാണ്. പോലീസുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ വാക്കേറ്റം നടത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്.
പോലീസിന്റെ ഇടിമുറി മർദ്ദനങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രകടനത്തിന്റെ തുടർച്ചയായാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനം ഇപ്പോൾ നടക്കുന്നത്. പോലീസുമായി വാക്കേറ്റം തുടരുകയാണ്. ഡാൻ കുര്യനുണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. ഡാൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിന് 2023 പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ക്രൂര മർദ്ദനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായാണ് സെക്രട്ടേറിയറ്റ് പടിക്കലേക്കും തിരുവനന്തപുരം യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ച് അല്പസമയം മുമ്പ് സെക്രട്ടേറിയറ്റിന്റെ സമര കവാടത്തിലെത്തിയത്. ബാരിക്കേഡിന് മുകളിലേക്ക് കയറാനുള്ള പ്രവർത്തകരുടെ ശ്രമം പോലീസ് ആദ്യം തന്നെ ജലപീരങ്കി പ്രയോഗിച്ച് ചെറുത്തിരുന്നു. അതിനുശേഷം വീണ്ടും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ പോലീസുമായി വാക്കുതത്വത്തിൽ ഏർപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുകയും വീണ്ടും പോലീസ് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുകയുമായിരുന്നു. പക്ഷേ ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. നേരത്തെ തന്നെ ഇത് സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് സെക്രട്ടേറിയറ്റ് പരിസരത്ത് പോലീസ് കനത്ത സുരക്ഷ തീർത്തിരുന്നു. അതിന് നടുവിലേക്കാണ് ഈ ഏതാണ്ട് 100ഓളം പ്രവർത്തകർ പല വഴിയായി ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിന്റെ സമര കവാടത്തിൽ സംഘടിച്ചത്. ഇപ്പോഴും പോലീസിന് നേർക്ക് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. വലിയ പോലീസ് ബന്ദോബസ്താണ് സെക്രട്ടേറിയറ്റിന്റെ സമര കവാടത്തിലടക്കം പ്രതിഷേധക്കാരെ നേരിടുന്നതിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ സമരക്കാരെ പോലീസ് നേരിട്ടു. പക്ഷേ വീണ്ടും പ്രകോപനത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലീസിന്റെ ഭാഗത്തുനിന്നും സമാനമായ തരത്തിലുള്ള ചെറുത്തുനിൽപ്പ് ഉണ്ടാകാനാണ് സാധ്യത. ശരി, ഡാനാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം പാലക്കാട് SP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രവർത്തകരും പോലീസുമായി സംഘർഷമുണ്ടായി. പ്രതിഷേധക്കാരെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടയുകയായിരുന്നു. പ്രവർത്തകർ ഇത് മറികടക്കാൻ ശ്രമിച്ചതോടെ ജലപീരങ്കി പ്രയോഗിച്ചു. മറ്റു വാർത്തകളിലേക്ക്. ധർമ്മസ്ഥലയിൽ വീണ്ടും വഴിത്തിരിവ്. ബംഗ്ലഗുഡയിൽ SIT നടത്തിയ പരിശോധനയിൽ കൂടുതൽ മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിച്ചു. കൊല്ലപ്പെട്ട സൗജന്യയുടെ ബന്ധു വിട്ടൽ ഗൌഡ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് കുഴിച്ച് പരിശോധന നടത്തിയതിലാണ് ഒന്നിലധികം മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിച്ചത്. പ്രദേശത്ത് വിശദമായ പരിശോധന നടത്തിയേക്കും. ധർമ്മസ്ഥല കേസിൽ യൂട്യൂബറും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹിയുമായ മനാഫ് SITക്ക് മുന്നിൽ ഹാജരായിട്ടുണ്ട്. ബെൽത്തങ്ങാടിയിലെ ക്യാമ്പ് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. അന്വേഷണത്തിന് സഹായകരമായ തെളിവുകൾ കൈമാറണമെന്നാവശ്യപ്പെട്ട് മനാഫിന് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. ധർമ്മസ്ഥലയിൽ SIT അന്വേഷണം 52ാം ദിവസം എത്തി നിൽക്കെയാണ് നിർണായകമായ തെളിവുകൾ പുറത്തുവരുന്നത്. അതായത് ബംഗ്ലഗുഡയിൽ SIT നടത്തിയ അപ്രതീക്ഷിത നീക്കത്തിലാണ് ഇത്തരത്തിൽ ഒന്നിലധികം മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്ന സാഹചര്യമുണ്ടായത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഇവിടെ പരിശോധന നടത്തിയത്. എന്തായാലും ഈ പ്രദേശം കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്താനും SIT ആലോചിക്കുന്നുണ്ട്. ഇത് ഈ കൊല്ലപ്പെട്ട സൗജന്യയുടെ ബന്ധു ചൂണ്ടിക്കാട്ടിയ സ്ഥലത്താണ് ഇത്തരത്തിൽ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത്. അതായത് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 5ഓളം മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ മുൻ ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്യ ഇത്തരത്തിലൊരു തലയോട്ടി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഈ തലയോട്ടി ബംഗ്ലഗുഡയിൽ നിന്നും കൊണ്ടുവന്നെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പരിശോധന നടത്താനെത്തിയതാണ് ഈ സംഘം. അതോടൊപ്പം മഹസർ തയ്യാറാക്കാനുമായി എത്തിയതാണ്. ആ സമയത്താണ് ഇത്തരത്തിൽ ഇവരുടെ ബന്ധു വിട്ടൽ ഈ സ്ഥലം ചൂണ്ടിക്കാട്ടിയും കൂടുതൽ മൃതദേഹങ്ങൾ ഇവിടെ കുഴിച്ചിട്ടുണ്ട് എന്ന ഒരു വിവരം നൽകുകയും ചെയ്തത്. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും നേരത്തെ ഈ പ്രദേശത്ത് ബംഗ്ലഗുഡയെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ 11A എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഒരു പൂർണ്ണ മനുഷ്യന്റെ അസ്ഥികൂടവും ഒപ്പം നിരവധി അസ്ഥികൂടങ്ങൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഉണ്ട്. എന്തായാലും SIT അന്വേഷണം അതിൻ്റെ 2ാം ഘട്ടം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ പുതിയ വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. SIT അന്വേഷണ സംഘം പോലും അവരെ പോലും ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള പുതിയ സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഇനി കൂടുതൽ പരിശോധന ഈ മേഖല കേന്ദ്രീകരിച്ചുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനിടയിലാണ് യൂട്യൂബറും മലയാളിയുമായ മനാഫിനെ ചോദ്യം ചെയ്യുന്നതിനായി ഇപ്പോൾ SIT ബെൽത്തങ്ങാടിയിലേക്ക് വിളിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെയോട് കൂടിയാണ് മനാഫ് ധർമ്മസ്ഥലയിലെത്തിയത്. SIT സംഘത്തിന് മുന്നിൽ ഹാജരായിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് ഇതിനെ സംബന്ധിച്ച് ഈ ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ഹാജരാക്കണമെന്നാണ് ഈ മനാഫിന് നൽകിയ നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതായത് അത്തരം തെളിവുകൾ മനാഫ് കൈമാറുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. മനാഫിന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്.
എന്തായാലും മനാഫ് കഴിഞ്ഞ ദിവസമായിരുന്നു മനാഫിന് ഇത്തരത്തിൽ നോട്ടീസ് ലഭിച്ചിരുന്നത്. നേരത്തെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ ജയന്ത്, അതുപോലെ തന്നെ അഭിഷേക്, ഗിരീഷ് തുടങ്ങിയ നിരവധി ആളുകളെ SIT ചോദ്യം ചെയ്തിരുന്നു. എന്തായാലും കൂടുതൽ ആളുകൾ പരാതിയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഒരു ഭാഗത്ത്, അതോടൊപ്പം ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളെ ഉൾപ്പെടെ കൂടുതൽ ചോദ്യം ചെയ്യുന്ന സാഹചര്യം. ഇതിനിടയിലാണ് ഇത്തരത്തിൽ കൂടുതൽ മൃതദേഹ ആവശ്യങ്ങൾ കൂടി ലഭിച്ചിട്ടുള്ളത്. ഏതായാലും ധർമ്മശാലയിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു വരുന്നു എന്ന് വേണം പറയാൻ. ഏതായാലും വലിയ ട്വിസ്റ്റുകളാണ് ഓരോ സമയത്തും നടക്കുന്നത്. 90 ദിവസത്തെ സമയമുണ്ട് ഈ SITക്ക് അന്വേഷണം പൂർത്തിയാക്കാൻ. അതിനുശേഷം കോടതിയിൽ വിശദമായ റിപ്പോർട്ട് SIT സമർപ്പിക്കും. ഏതായാലും 52ാം ദിവസമാണ് ഇപ്പോൾ നിർണായകമായ ഇതിൽ ഒരു നീക്കം നടക്കുന്നത്. ഏതായാലും കൂടുതൽ പരിശോധന ബംഗള ഗുഡ എന്ന് പറയുന്ന നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തയിൽ നിറഞ്ഞു നിന്ന ആ സ്ഥലം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ധർമ്മസ്ഥലയിൽ നിന്നും KB ബൈജു, ന്യൂസ് 18. രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി സമസ്ത നേതാവും മുഷാവറ അംഗവുമായ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി പല മന്ത്രിമാർക്കും MPമാർക്കും MLAമാർക്കും ഭാര്യയ്ക്ക് പുറമെ ഇൻചാർജ് ഭാര്യമാരുണ്ടെന്നാണ് ബഹാവുദ്ദീൻ നദ്വിയുടെ പരാമർശം. ഇങ്ങനെ ഇല്ലാത്തവർ കൈ ഉയർത്താൻ പറഞ്ഞാൽ ആരും ഉണ്ടാവില്ലെന്നാണ് അധിക്ഷേപം. നമ്മുടെ നാട്ടിൽ കുറേ മാന്യന്മാരുണ്ട്, അവർ ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ MPമാരുണ്ട്, MLAമാരുണ്ട്, മന്ത്രിമാരുണ്ട്, കേന്ദ്രമന്ത്രി, അവർക്കൊക്കെ ഒരു ഭാര്യ ഉണ്ടാവും. പിന്നെ ഇൻചാർജ് ഭാര്യമാർ വേറെ ഉണ്ടാവും. വൈഫ് ഇൻചാർജ്, അങ്ങനെ പേരങ്ങനെ പറയില്ല എന്ന് മാത്രം. എത്ര ആളുണ്ടായിരുന്നു ഇല്ലാത്തവരാരെന്ന് കയ്യൊന്തിക്കാൻ പറഞ്ഞാൽ സമൂഹത്തിൽ എത്ര ആൾ കയ്യൊന്തിക്കും? കാസർഗോഡ് അരമങ്ങാനത്ത് നവവധു ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ചു. അരമങ്ങാനം ആലിങ്കാൽ തൊടിയിൽ വീട്ടിൽ രജേഷിന്റെ ഭാര്യ K നന്ദനയാണ് മരിച്ചത്. പെരിയ ആയമ്പാറ വില്ലാരം പെരിയിൽ K രവിയുടെയും സീനയുടെയും ഏക മകളാണ്. ഏപ്രിൽ 26-നായിരുന്നു നന്ദനയുടെ വിവാഹം. മരിക്കാൻ പോകുന്നുവെന്ന് കാണിച്ച് മാതാവ് സീനയ്ക്ക് സന്ദേശവും കുരുക്കിന്റെ ഫോട്ടോയും അയച്ചിരുന്നു. വീട്ടുകാർ കിടപ്പുമുറിയുടെ വാതിൽ തട്ടിയിട്ടും തുറക്കാത്തതിനെ തുടർന്ന് വാതിൽ തകർത്ത് അകത്ത് കടന്നപ്പോഴാണ് നന്ദനയെ ഷോളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഇടുക്കി അടിമാലിയിൽ ഭാര്യയെ വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം ഭർത്താവ് ജീവനൊടുക്കി. അടിമാലി ചാറ്റുപാറ സ്വദേശി ചിറമുഖം പത്രോസാണ് ജീവനൊടുക്കിയത്. ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ സാറാമ്മയെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുടുംബ വഴക്കിനെ തുടർന്ന് കഴിഞ്ഞ രാത്രിയാണ് സംഭവം. കൂലിപ്പണിക്കാരാണ് ഇരുവരും. ഇന്ന് ജോലിക്ക് എത്താത്തതിനെ തുടർന്ന് അന്വേഷിച്ചെത്തിയപ്പോഴാണ് സാറാമ്മ വെട്ടേറ്റ് കിടക്കുന്നതായി കണ്ടത്. പത്രോസിനെ അടുത്ത മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പോലീസ് അന്വേഷണം നടത്തുന്നു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിനും ഹൈക്കോടതിക്കും ബോംബ് ഭീഷണി. 2ഇടങ്ങളിലും ബോംബ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് ഭീഷണി സന്ദേശം വന്നത്. രാവിലെ 8:50-നാണ് ഭീഷണി സന്ദേശം സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കിട്ടിയത്. പോലീസും ബോംബ് സ്ക്വാഡും 2ഇടങ്ങളിലും പരിശോധന നടത്തി. ജമീഷ മുബീൻ എന്ന പേരിൽ ലഷ്കർ എ തൈബ പാക് ISIS നെക്സസ് കോയമ്പത്തൂർ എന്ന പേരിലാണ് ഇന്ന് പുലർച്ചെ 4:49-ന് ഈ മെയിൽ സെൻഡ് ചെയ്തിരിക്കുന്നത്. രാവിലെയാണ് ഉദ്യോഗസ്ഥർ ഇത് കാണുകയും പെട്ടെന്ന് ക്ലിഫ് ഹൌസിലും ഹൈക്കോടതി പരിസരത്ത് ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെ പരിശോധന നടത്തുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ അസ്വാഭാവികമായി ഇതുവരെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിദൂര നിയന്ത്രിത സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലും ഹൈക്കോടതി പരിസരത്തും ബോംബ് സ്ഫോടനം നടത്തുമെന്നാണ് ഈ ഇമെയിൽ സന്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സമാനമായ തരത്തിൽ നേരത്തെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം ബോംബ് ഭീഷണി സന്ദേശങ്ങൾ എത്തിയിരുന്നു. പിന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോഴാണ് ഈ ഭീഷണി സന്ദേശം എത്തുന്നത്. ഇതിന്റെ മുഴുവൻ ഒറിജിൻ ഒരു സ്ഥലത്ത് നിന്ന് തന്നെയാണ് എന്നൊരു നിഗമനത്തിലാണ് സൈബർ പോലീസ് ഉൾപ്പെടെയുള്ളത്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ അവർ ആരംഭിച്ചിട്ടുമുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയെയും ഹൈക്കോടതി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെ വ്യാജ ഇമെയിൽ സന്ദേശം പുറപ്പെടുവിച്ചതിന്റെ കൃത്യമായ ഒറിജിൻ എവിടെയാണ് എന്ന് കണ്ടെത്താനുള്ള പരിശോധന സൈബർ പോലീസ് ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ബോംബ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ വ്യാപകമായ പരിശോധന മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും ക്ലിഫ് ഹൌസ് പരിസരത്തും ഈ സന്ദേശം ലഭിച്ചതിന് പിന്നാലെ രാവിലെ തന്നെ ബോംബ് സ്ക്വാഡും പോലീസും ചേർന്ന് പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ അസ്വാഭാവികമായി ഒന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വിവരം. മംഗളൂരു ബജ്പേ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി മുഴക്കിയ ആൾ പിടിയിലായി. തമിഴ്നാട് വെല്ലൂർ സ്വദേശി ശശികുമാറാണ് പിടിയിലായത്. ഓഗസ്റ്റ് 29-നാണ് ഇയാൾ വിമാനത്താവളത്തിലേക്ക് ഫോൺ ചെയ്തത്. ടെർമിനൽ മാനേജറെ വിളിച്ച് വിമാനത്താവളത്തിൽ ആളുകളെ ഉടൻ ഒഴിപ്പിക്കണമെന്നും അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുമെന്നും ഭീഷണിപ്പെടുത്തുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ രാജ്യത്തെ പല വിമാനത്താവളത്തിലും ഇയാൾ ഭീഷണി മുഴക്കിയതായി തെളിഞ്ഞു.
മാടായിപ്പാറയിൽ പലസ്തീൻ അനുകൂല പരിപാടി നടത്തിയതിനെതിരെ പ്രതിഷേധിച്ച 40 BJP പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. പഴയങ്ങാടി പോലീസാണ് കേസെടുത്തത്. ലഹള ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രകടനം നടത്തിയെന്നാണ് FIR. BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് K. വിനോദ് കുമാർ ഉൾപ്പെടെ കേസിൽ പ്രതിയായി. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥിനി സംഘടന തിരുവോണനാളിൽ ദേവസ്വം ഭൂമിയിൽ നടത്തിയ പലസ്തീൻ അനുകൂല പ്രകടനത്തിനെതിരെയായിരുന്നു ഇന്നലെ BJP പ്രതിഷേധം നടത്തിയത്. കൊല്ലം ശാസ്താംകോട്ട മുതുപ്പിലാക്കാട് അത്തപ്പൂക്കള വിവാദത്തിൽ BJP പ്രതിഷേധം. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. തിരുവോണനാളിൽ പാർത്ഥസാരഥി ക്ഷേത്ര പരിസരത്ത് RSS ചിഹ്നങ്ങൾ ഉൾപ്പെടുത്തി അത്തപ്പൂക്കളം ഇട്ടതിനും അതിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതിനുമാണ് RSS BJP പ്രവർത്തകർക്കും അനുഭാവികൾക്കുമെതിരെ പോലീസ് കേസെടുത്തത്. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി പ്രതിഷേധ സൂചകമായി റോഡിൽ ഓപ്പറേഷൻ സിന്ദൂർ അത്തപ്പൂക്കളം ഇട്ടു. കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ തുടക്കമിട്ട റീൽസ് വിവാദം ഏറ്റുപിടിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനും. ആരോപണങ്ങളെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിലിനായി സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന അനുകൂല പ്രചാരണങ്ങളെ തള്ളിയാണ് പ്രതിപക്ഷ നേതാവ് നിലപാട് വ്യക്തമാക്കിയത്. കോൺഗ്രസ് ജീവിക്കുന്നത് റീൽസിലും സോഷ്യൽ മീഡിയയിലും അല്ലെന്ന് വ്യക്തമാക്കിയ VD സതീശൻ സൈബർ ആക്രമണങ്ങളിലൂടെ പേടിപ്പിക്കാൻ നോക്കേണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സതീശന്റെ ഈ ഉറച്ച നിലപാടിന് പിന്നിൽ റീൽസ് അല്ല റിയൽ എന്ന തിരിച്ചറിവാണോ അതോ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ കാരണങ്ങളാണോ? ഇത് വലിയ രീതിയിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചർച്ചാ വിഷയമാവുകയാണ്. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നൊന്നുമല്ല കോൺഗ്രസ് ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയിലല്ല, റീലുകളിലും അല്ല കോൺഗ്രസ് ജീവിക്കുന്നത്. അല്ലല്ല, കോൺഗ്രസ് റീലുകളിലും അല്ല സോഷ്യൽ മീഡിയയിലല്ല ജീവിക്കുന്നത്. കോൺഗ്രസ് ജീവിക്കുന്നത് ജനമനസ്സുകളിലാണ്. ആ കോൺഗ്രസിന് വേണ്ടി സർവ്വതും സമർപ്പിക്കുന്ന ധീരന്മാരായ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അവരെയൊന്നും അണുവിട ചലിപ്പിക്കാൻ ഇത്തരം പ്രചരണങ്ങൾക്കൊന്നും ആവില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് അജയ് തറയിൽ തുടക്കമിട്ട റീൽസ് വിരുദ്ധ പരാമർശം ഏറ്റുപിടിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ആരോപണങ്ങളെ തുടർന്ന് മാറ്റിയ പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾ ചൂടുപിടിക്കുന്നുണ്ടായിരുന്നു. അതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ വലിയൊരു സൈബർ പ്രചാരണം നടന്നത്. ഈ പ്രചാരണം രാഹുലിനെ തിരിച്ചെടുക്കുന്ന നടപടികളുടെ ഭാഗമായി മാറുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയാണ് അതിരൂക്ഷമായ ഭാഷയിൽ. കേരളം മുഴുവൻ ഇളകി വന്നാലും തന്റെ നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടാകുകയില്ല, അത് കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മുതിർന്ന നേതാക്കൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത്. കോൺഗ്രസ് ജീവിക്കുന്നത് ജനഹൃദയങ്ങളിലാണ്, റീൽസിലും സോഷ്യൽ മീഡിയയിലും അല്ല എന്നുകൂടി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെച്ചത് ഇത്തരം സൈബർ ആക്രമണം നടത്തുന്നവർക്കെതിരായ കൃത്യമായ മുന്നറിയിപ്പ് കൂടിയായി മാറുകയായിരുന്നു. തന്നെ ഇതൊന്നും കാണിച്ച് പേടിപ്പിക്കാൻ നോക്കേണ്ട എന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ രാഹുലിന് വേണ്ടി നടക്കുന്ന ക്യാമ്പയിനുകൾ പെയ്ഡ് പ്രൊമോഷനാണ് എന്ന വിമർശനം പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം ഉയർത്തുന്നതിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ നിലപാട് വ്യക്തമാക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൃത്യമായ നിലപാടെടുത്ത വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കോൺഗ്രസ് സൈബർ ഹാൻഡിലുകളിൽ നിന്ന് അതിരൂക്ഷമായ വ്യക്തിഹത്യ നടത്തുന്ന സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വനിതാ നേതാക്കൾ തന്നെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ വിഷയത്തിൽ അതൃപ്തി അറിയിക്കുകയും നടപടി ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. KPCC നേതൃത്വം തന്നെ ഈ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാകുമെന്നും കൃത്യമായ നിയന്ത്രണം സൈബർ ഹാൻഡിലുകളിൽ ഉണ്ടാകുമെന്നുമുള്ള ഉറപ്പ് വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് നൽകിയതിനു ശേഷവും കൃത്യമായ കടന്നാക്രമണം വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മുന്നറിയിപ്പുമായി പ്രതിപക്ഷ നേതാവ് തന്നെ രംഗത്തെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് KPCCയുടെ അടുത്ത നേതൃയോഗത്തിലടക്കം വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.
ബീഹാർ ബി.ഡി. ഫേസ്ബുക്ക് പോസ്റ്റിൽ വി.ടി. ബൽറാമിന് പിന്തുണയുമായി KPCC. വിവാദമായ പോസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ വി.ടി. ബൽറാം രാജിവെക്കുകയോ പാർട്ടി അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുകയോ ചെയ്തിട്ടില്ല. വി.ടി. ബൽറാമിനെ തേജോവധം ചെയ്യാനുള്ള അവസരമാക്കി മന്ത്രിമാരടക്കമുള്ള CPM നേതാക്കളും ചില മാധ്യമങ്ങളും ഈ സാഹചര്യത്തെ ദുരുപയോഗം ചെയ്യുകയാണെന്ന് KPCC വിമർശിച്ചു. ദേശീയ വിഷയങ്ങളിൽ സ്വന്തം നിലയ്ക്ക് പ്രതികരണം വേണ്ടെന്ന് മീഡിയ സെല്ലിന് KPCC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ പേരിൽ വി.ടി. ബൽറാമിനെ അവഹേളിക്കാമെന്ന് ആരെങ്കിലും കരുതിയെങ്കിലും തെറ്റുപറ്റി. വി.ടി. ബൽറാം കോൺഗ്രസിന്റെ KPCCയുടെ വൈസ് പ്രസിഡന്റാണ്. ഇപ്പോഴും അദ്ദേഹത്തിന് തന്നെയാണ് ഈ ചുമതല. അദ്ദേഹം അതിൽ നിന്ന് ഒഴിയാനുള്ള സന്നദ്ധത അറിയിച്ചിരുന്നു. എന്നാൽ അതിന് പകരം ഒരാളെ കണ്ടെത്തുന്നത് വരെ അത് തുടരാൻ തന്നെയാണ് നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോഴേ അല്ല, ഈ കാര്യത്തിന്റെ പേരിലുമല്ല. ഇതിൽ അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വമില്ല. അത് ക്ലിയർ ആക്കിയതാണ്. പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല, ഈ ചുമതല ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് നൽകിയിട്ടില്ല എന്നൊക്കെയാണല്ലോ പറയുന്നത്. അത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അതിൽ കൺഫ്യൂഷൻ ഉണ്ട് എന്തെങ്കിലും? ഹിന്ദു ഐക്യവേദിക്ക് ഹിന്ദുക്കളുടെ കുത്തകാവകാശമില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. CPM-നായി സംഘപരിവാർ സംഘടനകളെ വെല്ലുവിളിച്ചുള്ള വെള്ളാപ്പള്ളിയുടെ നീക്കം ഏറെ ശ്രദ്ധേയമാവുകയാണ്. BJP-യെയും സംഘപരിവാറിനെയും തള്ളിപ്പറഞ്ഞുള്ള നിലപാട് സമീപകാലത്ത് വെള്ളാപ്പള്ളിയിൽ നിന്നുണ്ടാകുന്നത് ആദ്യമായാണ്. ഹിന്ദു ഐക്യവേദി SNDP NSS കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് സർക്കാർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എടുക്കുക, അതൊക്കെ ഞങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നാണ് അവർ പറയുന്നത്. ഹിന്ദു ഐക്യവേദിയൊക്കെ വരട്ടെ, അപ്പോൾ അവരെ എനിക്കറിയാവുന്ന ഭാഷ ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ഞങ്ങളാരും ഹിന്ദു അല്ലെന്നാണ് അവർ പറഞ്ഞത്. ഹിന്ദു ഐക്യവേദി എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഹിന്ദുക്കളുടെ എല്ലാത്തിൻ്റെ കുത്തകാവകാശം ഒന്നും അവർക്ക് ആർക്കുമില്ല. ആദ്യം എതിർപ്പ് പറഞ്ഞ BJP-യിലെ പലർക്കും അതേ ശക്തി ഇപ്പോൾ ഇല്ല. ഇപ്പം പാരലായിട്ട് യോഗം കൂടുമെന്ന് പറഞ്ഞതല്ലാതെ അതിൻ്റെതായ ശക്തമായ ഒരു നീക്കം കാണുന്നില്ല. പക്ഷെ ഇതിനെ കൂടുന്നത് ഞങ്ങൾ എതിർക്കുന്നില്ല എന്ന് കുമ്മനം പറയണമെന്ന് ഞാൻ കേട്ടു. അതുകൊണ്ട് BJP-യുടെ ഭാഗത്തു നിന്ന് ആദ്യം കണ്ട എതിർപ്പ് ശക്തമായിട്ട് തുടർന്നുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ജനം ഒഴുകി ഈ സംഗമത്തോടുകൂടി ചേർന്ന് കഴിഞ്ഞു. സമീപകാലത്തായി CPM അനുകൂല നിലപാട് വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിക്കാറുണ്ട്. അപ്പുറത്ത് കോൺഗ്രസിനെ ആയിരുന്നു രൂക്ഷമായി ആ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായ പരാമർശങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നുണ്ടായിരുന്നു. ലീഗിനെതിരെയും കടുത്ത പരാമർശങ്ങൾ നടത്തുന്നു. അങ്ങനെ ഒരു CPM അനുകൂല നിലപാട് വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിച്ചു വരികയായിരുന്നു. പക്ഷേ BJP-ക്കെതിരെ കാര്യമായ വിമർശനം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് BJP-യെ വിമർശിക്കുന്നു എന്ന് മാത്രമല്ല, ഹിന്ദു ഐക്യവേദിയെ കുറച്ചുകൂടി തീവ്രമായി പ്രവർത്തിക്കുന്ന സംഘപരിവാറിനെ തന്നെ അതിനെതിരെ തന്നെ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഹിന്ദുക്കളുടെ കുത്തകാവകാശം ഹിന്ദു ഐക്യവേദിക്കില്ല എന്ന നിലപാടാണ് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതിനോട് ഒരു മിതമായ സമീപനത്തിൽ പ്രതികരിച്ച് മുന്നോട്ട് പോകാൻ മാത്രമേ ഇപ്പോൾ ഹിന്ദു ഐക്യവേദിക്ക് കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് എടുത്ത് കാണേണ്ടത്. നേരിട്ട് തുറന്ന് തിരിച്ചടിക്കുന്ന ഒരു രീതിയിലേക്ക് ഹിന്ദു ഐക്യവേദിക്കും കാണാൻ കഴിയില്ല. എന്തായാലും അയ്യപ്പ ഭക്ത സംഗമം അത്ഭുതമായി മാറും, അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുന്നവരൊക്കെ പരിഹാസ്യരായി മാറും എന്ന കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നു വെള്ളാപ്പള്ളി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനൊരു പ്രതികരണം നടത്തുന്നതിൽ രാഷ്ട്രീയമുണ്ട് എന്ന് തീർത്തും നമുക്ക് കാണാൻ കഴിയും. അത് CPM അനുകൂല രാഷ്ട്രീയമാണ്. അതിലൊന്നുകൂടി വ്യക്തത വരുന്നു. അത് കോൺഗ്രസിനെതിരെ മാത്രമല്ല, BJP-ക്കെതിരെ കൂടി സംഘപരിവാറിനെ ആകെ തന്നെ വിമർശിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി തന്റെ രാഷ്ട്രീയം വ്യക്തമാക്കുന്നത് എന്നതാണ് ഈ പ്രസ്താവനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ സുരേഷ് ഗോപി പങ്കെടുത്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ലെന്ന് മന്ത്രി V. ശിവൻകുട്ടി. യഥാർത്ഥ ഭക്തർ പങ്കെടുക്കും, വ്യാജമായി അഭിനയിച്ച് നടക്കുന്നവർ പങ്കെടുക്കില്ലെന്നും മന്ത്രിയുടെ വിമർശനം. സുരേഷ് ഗോപി പങ്കെടുത്തില്ലെന്ന് വിചാരിച്ചിട്ട് അയ്യപ്പ സംഗമത്തിന് ഒന്നും സംഭവിക്കാനില്ല. യഥാർത്ഥ ഭക്തന്മാർ പങ്കെടുക്കും. വ്യാജമായിട്ട് ഭക്തനാണെന്ന് അഭിനയിച്ചുകൊണ്ട് നടക്കുന്നവർ പങ്കെടുക്കില്ല. ശബരിമല മാസ്റ്റർ പ്ലാനിന് വേണ്ടി നിക്ഷേപം സംഘടിപ്പിക്കുകയാണ് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഭക്തരായ സ്പോൺസർമാരിൽ നിന്ന് പണം കണ്ടെത്തി വികസന പ്രവർത്തനങ്ങൾ നടത്തും. അയ്യപ്പ സംഗമത്തിന് 3000 പ്രതിനിധികളെ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിൽ നിന്ന് സർക്കാരിനെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹർജിക്കാരൻ അനാവശ്യമായി രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടി. മതേതര സർക്കാർ അയ്യപ്പ സംഗമം നടത്താൻ പാടില്ലെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം. ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും വിശദീകരണം തേടി. മറ്റന്നാൾ മറുപടി നൽകണമെന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം.
ജമ്മുകശ്മീരിൽ സുരക്ഷാ സേനയും തീവ്രവാദികളും തമ്മിൽ ഏറ്റുമുട്ടൽ. ഒരു ഭീകരനെ ഇന്ത്യൻ സൈന്യത്തിലെ ചിനാർ കോപ്സ് വധിച്ചു. ഒരു ജൂനിയർ ഉദ്യോഗസ്ഥന് വെടിയേറ്റു. ഇദ്ദേഹം ചികിത്സയിലാണ്. പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുൽഗാം ജില്ലയിലെ ഗുദാർ വനമേഖലയിൽ സംയുക്ത സേന നടത്തിയ തെരച്ചിലിന് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. ഓപ്പറേഷനിൽ ഇന്ത്യൻ സേനയ്ക്കൊപ്പം CRPFും ജമ്മുകശ്മീർ പോലീസും പങ്കാളികളായി. മേഖലയിൽ കൂടുതൽ തെരച്ചിൽ നടത്തുമെന്ന് സേന അറിയിച്ചു. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെയാണ്. NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനും ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി B സുദർശൻ റെഡ്ഡിയും തമ്മിലാണ് മത്സരം. രാവിലെ 10 മുതൽ 5 വരെയാണ് പോളിംഗ്. ഇലക്ട്രൽ കോളേജിൽ 782 പേരാണുള്ളത്. NDAക്ക് 426 MPമാരുടെ പിന്തുണയുണ്ട്. 5 സംസ്ഥാനങ്ങളിലും ജമ്മു കശ്മീരിലുമായി 22 ഇടങ്ങളിൽ NIA പരിശോധന. ഇന്ത്യയിലെ തീവ്രവാദ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടായിരുന്നു റെയ്ഡ്. കശ്മീരിൽ പുൽവാമ, കുൽഗാം, ഷോപ്പിയാൻ, ബാരാമുള്ള, കുപ്വാര ജില്ലകളിൽ നടത്തിയ പരിശോധനയിൽ 5 ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും ചില ഡിജിറ്റൽ ഉപകരണങ്ങളും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളും കണ്ടെടുത്തിട്ടുണ്ട്. ഇവ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. വീണ്ടും ഇന്ത്യയെയും റഷ്യയെയും ലക്ഷ്യമിട്ട് US ഭരണകൂടം. റഷ്യയ്ക്കെതിരെ അടുത്ത ഘട്ട ഉപരോധം ഏർപ്പെടുത്താൻ തയ്യാറാണെന്ന് സൂചന നൽകുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൌസിന് പുറത്തുവെച്ച് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ട്രംപ്. Are you ready to move to the second phase of sanctions against Russia or punishing Putin? How was your call with the Prime Minister? റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ കൂടുതൽ താരിഫ് ചുമത്തുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസറ്റും പറഞ്ഞു. ഇത് റഷ്യയെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കും. പിന്നാലെ യുക്രൈനെതിരെയുള്ള ആക്രമണത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ സാധിക്കുമെന്നും സ്കോട്ട് വ്യക്തമാക്കി. We are prepared to increase pressure on Russia, but we need our European partners to follow us, because if the US and the EU do this together, we are in a race now between how long can the Ukrainian military hold up versus how long can the Russian economy hold up. And if the US and the EU can come in, do more sanctions, secondary tariffs on the countries that buy Russian oil, the Russian economy will be in full collapse, and that will bring President Putin to the table. ഒരു വശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി സംസാരിക്കുമ്പോൾ മറുവശത്ത് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കങ്ങൾ US തുടരുന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇന്ന് ബ്രിക്സ് ഉച്ചകോടി ഓൺലൈനായി ചേരും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശമന്ത്രി S ജയശങ്കർ പങ്കെടുക്കും. ബ്രസീലിലാണ് യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. US തീരുവ പ്രഖ്യാപനങ്ങൾക്കെതിരെ അംഗരാജ്യങ്ങൾ നിലപാട് സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും യോഗത്തിലുണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നെങ്കിലും തീരുമാനം പിന്നീട് മാറ്റുകയായിരുന്നു. ട്രംപ് നിലപാട് മയപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ US ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനാലാണ് പിന്മാറ്റം എന്നാണ് സൂചന. യോഗത്തിൽ ബ്രസീൽ പ്രസിഡന്റ് ലുല ഡി സിൽവ അധ്യക്ഷത വഹിക്കും. തൃശൂരിൽ പുലിക്കളി. നിമിഷങ്ങൾക്കകം പുലികൾ സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങും. അരമണിക്കുലുക്കി, കുടവയർ പുലിക്ക് പുലിക്കൂട്ടം ഇന്ന് തൃശൂർ നഗരഹൃദയം കീഴടക്കാൻ പോവുകയാണ്. പുലികളിക്ക് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. 9 ടീമുകളാണ് പുലിക്കളിയിൽ അണിനിരക്കുക. അയ്യന്തോൾ, കുട്ടൻകുളങ്ങര, സീതാറാം മില്ലൈൻ, ചക്കാമുക്ക്, നായ്ക്കനാൽ, വിയൂർ യുവജന സംഘം, ശങ്കരൻകുളങ്ങര, വെളിയന്നൂർ ദേശം, പാട്ടുരായ്ക്കൽ ടീമുകളാണ് ഇന്ന് നഗരവീഥികളെ പ്രകമ്പനം കൊള്ളിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം പുലിക്കളിക്ക് ഇറങ്ങുന്നതിന്റെ ആവേശത്തിലാണ് നായ്ക്കനാൽ സമാജം. ഇത്തവണ കപ്പ് സ്വന്തമാക്കുമെന്നാണ് നായ്ക്കനാൽ പുലികൾ പറയുന്നത്. അവസാനവട്ട ഒരുക്കമാണ് നവോദയ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നായ്ക്കനാൽ പുലികളി സമാജത്തിന്റെ വേദിയിലാണ്. ഇവിടെ പുലിക്ക് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികളെല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുഖംമൂടി, ഈ അരയിൽ കെട്ടുന്ന മണി, മറ്റ് അവരുടെ അലങ്കാര എല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം, നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഇവരെല്ലാവരും ഇപ്പോൾ ഇതെല്ലാം അണിഞ്ഞുകൊണ്ട് വരുന്ന ആ മനോഹരമായ കാഴ്ചയ്ക്ക്, മനോഹരമായ ആരവത്തിന്, ആ ഒരു താളത്തിന് വേണ്ടി പ്രേക്ഷകർ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നറിയാം. തൃശൂർ നഗരം അങ്ങനെ ഒരുങ്ങിക്കഴിഞ്ഞു പുലികളെ കാണുന്നതിന് വേണ്ടിയും പുലികളെ സ്വീകരിക്കുന്നതിന് വേണ്ടി. എന്നോടൊപ്പം ഒരു കുട്ടിപ്പുലി, ഒരു സുന്ദരി കുട്ടിപ്പുലി ഉണ്ട്. ഹായ് പുലി, എന്താ പുലിക്കുട്ടിന്റെ പേര്? പിരാന. മാസ്ക് മാറ്റിയേ നോക്കട്ടെ. കണ്ട പിലാന ആദ്യമായിട്ടാണോ പുലിവേഷം കിട്ടുന്നേ? ആണോ?
ഇതെന്താ പുലിവേഷം കെട്ടാന്ന് തോന്നിയത് എന്തുകൊണ്ടാ? പുലിക്കളി കാണാൻ ഇഷ്ടമാണ്. മുമ്പ് വന്ന് കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ വർഷമൊക്കെ വന്ന് കണ്ടത് ഓർമ്മയുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണോ കാണുന്നേ? ആണോ? ഒരു പാട്ട് പാടിയേ, ഒരു പാട്ട് പാടിയേ. അങ്ങവാനക്കോണിലെ ഇങ്ങനെയിലറ്റുരത്തില് ഇങ്ങനെ നിന്നൊരമ്പിളി ആമ കുഞ്ഞനോ ആമ കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റില എന്നു വയ്ക്കാം പൊന്നിലമ്പാവേ കഥ കേട്ട് മെല്ലെ മിഴി പോട്ട് മാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നി തളരാതെ ഓമ ചിരിയോടെ കുഞ്ചി കളിയോടെ വളരെ വളരെ. അടിപൊളി. അപ്പൊ ഡാൻസ് മാത്രമല്ല പാട്ടൊക്കെ വശമുണ്ടല്ലോ. ഈ ഡ്രസ്സ് എവിടെ നിന്നാ മേടിച്ചേ? അറിയില്ലേ? മോള് പോയി മേടിച്ചില്ല? ആരാ മേടിച്ചെന്ന്? അച്ഛനും അമ്മയും കൂടിയാണോ? അമ്മയാണോ മേടിച്ചത്? എന്നാ മാസ്ക് വെച്ചിട്ട് എനിക്ക് 2 സ്റ്റെപ്പ് ഇട്ട് തന്നെ. ഇവിടെ നിന്ന് ഭയങ്കര സ്റ്റെപ്പൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്നത് ഞാൻ കണ്ടല്ലോ. 2 സ്റ്റെപ്പ് ഇട്ടേ. മിടുക്കി കുട്ടിയാണല്ലോ. ഇത് എവിടെ നിന്ന് ഈ ഡാൻസ് എങ്ങനെ പഠിച്ചു? യൂട്യൂബ് നോക്കി പഠിച്ചാണോ? ഫോൺ നോക്കി പഠിച്ചാണോ? പിന്നെ അമ്മ പറഞ്ഞു തന്നിട്ട്. അങ്ങനെ എന്തായാലും ഇത് പുലി കളിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണല്ലേ? സന്തോഷത്തിലാണ്? ഹാപ്പിയാണോ? അങ്ങനെ എന്തായാലും കുട്ടി ഇവിടെ ഒരു പുലിക്കുട്ടി റെഡി ആയിട്ടുണ്ട്. ഇവളൊക്കെ ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ നഗരത്തിലേക്ക് ഇറങ്ങും. അതേ നമ്മുടെ കുറെ ചേട്ടന്മാര് ഒക്കെ ഉണ്ട്. എല്ലാവരും പെയിന്റ് ഒക്കെ അടിച്ച് ഏകദേശം റെഡി ആയിരിക്കുന്നു. അതിനെ ഉണങ്ങേണ്ട ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. പുലിമട സന്ദർശിക്കാൻ വന്നതാണ്. ഇറങ്ങാൻ തയ്യാറാവല്ലോ പുലികള്. തൃശ്ശൂരിൽ നിന്ന് പുലിമട 4 മണിക്ക് ശേഷം പുലികളെ കൊണ്ട് കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങാണ്. പുലിമടയിൽ നിന്ന് പുലികളെല്ലാം തൃശ്ശൂരിന്റെ സ്വന്തമായിട്ടുള്ള ഓണവുമായി ബന്ധപ്പെട്ട ഒരു കലാരൂപമാണ് പുലി. തൃശ്ശൂർ പൂരം തന്നെ ലോകമാകെ പ്രസിദ്ധമായ പുലിക്കളിയിലേക്ക് പുലികൾ ഇറങ്ങാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. വലിയ ആവേശം തന്നെയാണ്. നമ്മൾ ഓരോ ദേശത്ത് വരുമ്പോഴും ആളുകളൊക്കെ അത്രമാത്രം സന്തോഷത്തിലാണ്, ആവേശത്തിലാണ്. ഈ ഒരു 4 മണി ആവാനല്ലേ ഇതെല്ലാവരും നഗരത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇത്തവണ പെൺപുലികളും കൂടി ഇറങ്ങുന്നുണ്ട്. അവര് മറ്റേ ഡ്രസ് ഇട്ടിട്ടല്ല, മറ്റേ പെയിന്റ് ചെയ്ത് തന്നെ, വേഷം കെട്ടി തന്നെ എല്ലാ രീതിയിലും പെൺപുലികളടക്കം ടീം ഇറങ്ങുകയാണ്. ഇത് തൃശ്ശൂരിന്റെ തനതായിട്ടുള്ള സാംസ്കാരിക തലസ്ഥാന നഗരിയുടെ ഒരു കലാരൂപമാണ്. തൃശ്ശൂർ പൂരം പോലെ തന്നെ ഈ പുലിക്കളിയും ലോകമാകെ പ്രസിദ്ധമാണ്. അത് തുടർന്നും സാംസ്കാരിക കേരളത്തിന് സംഭാവന തൃശ്ശൂരിന്റെ ഉണ്ടാവും. അത് അതിഗംഭീരമായിട്ടുണ്ടാവും. ഇവിടെ ഒരു സ്ത്രീയെന്നോ പുരുഷനെന്നോ കുട്ടിയെന്നോ വ്യത്യാസമില്ല. അതിനപ്പുറത്തേക്ക് ജാതി മതം ഒരു വ്യത്യാസം ഇല്ലാതെ ഈ വേഷം കെട്ടി ഇറങ്ങാൻ വേണ്ടി ആൾക്കാർ അത്രയും സന്തോഷത്തോടെയാണ്. ജാതി മത വർണ്ണ ലിംഗ വ്യത്യാസമില്ല. അതായത് മഹാബലിയുടെ ആ ഓണ കാലഘട്ടത്തെ ഉദ്ഘോഷിക്കുന്ന വിധത്തിലാണ് ഈ പുലിക്കളി എന്ന് പറയുന്ന മഹോത്സവം തൃശ്ശൂരിൽ അരങ്ങേറുന്നത്. മറ്റെല്ലാ ജില്ലകളിലും കഴിയുമ്പോഴും തൃശ്ശൂരിന്റെ ബാക്കി ഈ പുലിക്കളിയോടുകൂടി അവസാനിക്കുകയാണ്. അപ്പൊ എന്തായാലും പുലികൾ മട വിട്ട് നഗരത്തിലേക്ക് ഇറങ്ങാൻ ഇനി മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. സാധാരണ നമുക്ക് പുലി എന്ന് കേൾക്കുമ്പോൾ പേടിയാ. പക്ഷെ ഇത്ര സ്നേഹത്തോടെ ഇത്ര സന്തോഷത്തോടെ നമ്മൾ പുലികളുടെ അടുത്തേക്ക് ചെല്ലുന്നത് ഈ ഒരു ആദ്യമായിട്ടാണ്. അത് തൃശ്ശൂർ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ്. ചേട്ടൻ തൃശ്ശൂർക്കാരുടെ അഭിമാനമാണല്ലോ പുലിക്കളി. വേറെ എവിടെയില്ല ഇങ്ങനെ ഒരു പരിപാടി. ഞങ്ങളത് ഗംഭീരമായിട്ട് ആഘോഷിക്കും. ഇപ്പൊ എത്രയായി ചേട്ടൻ ഈ ഇങ്ങനെ? മൂന്നാമത്തെ തവണ. മൂന്നാമത്തെ വർഷമാണ്. അപ്പൊ ഇത്തവണ കപ്പടിക്കും? അടിക്കും. ഞങ്ങൾ കുറെ കൊല്ലങ്ങളായിട്ട് ഇറങ്ങാണ്ട് ഇപ്രാവശ്യം ഇറങ്ങണതല്ലേ നായക്കനാല്. ഞങ്ങൾ ഇപ്രാവശ്യം കപ്പടിക്കും ഉറപ്പായിട്ടും. ഉറപ്പാണ്. എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞു. ഇനി ഇത് ഉണങ്ങാനുള്ള ഒരു ഉണങ്ങി കഴിഞ്ഞു. ഞങ്ങൾ നേരത്തെ തുടങ്ങി 6:30 ഇട്ട് തുടങ്ങിയത്. അപ്പൊ ഒരു ഇത് ഉണങ്ങി. ഇനി ഫൈനൽ അടിക്കാനുള്ളൂ. ഫൈനൽ ടച്ച് ചെയ്യാനുണ്ട്. അതെന്തായാലും കുറച്ച് സമയം പിടിക്കും. ചില സർപ്രൈസുകളൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നു അല്ലെ? അത് ആ സമയത്ത് കാണാം. എത്ര തരം വ്യത്യസ്ത ഏതൊക്കെ തരം പുലികളാണുള്ളത് ഇത്തവണ? പല സൈസുകളുണ്ട്. അതൊന്നും ഇപ്പൊ പറയുന്നില്ല അല്ലെ? സർപ്രൈസ് തന്നെയാണ്. ഇറങ്ങുമ്പോ കാണാം. അതാണ്. എന്തായാലും 3:30 കാണാം. അപ്പൊ ഇവിടെ എത്ര? 51 എല്ലാവരും 51 പുലികളാണ്. അപ്പൊ എല്ലാരും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞു. സെറ്റായിക്കൊണ്ടിരിക്കണം.
അങ്ങനെ പുലികളെല്ലാം ഒരുവിധം ഈ ചായം പൂശി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഈ ഹാൾ, ഇതൊരു സ്കൂളാണ്. സ്കൂളിന്റെ അകത്ത് ആണ് ഇതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയിരിക്കുന്നതും. ഇവിടെ നമുക്ക് കാണാൻ കഴിയും. നിരവധി പേരാണ്. വർഷങ്ങളായി ഇവർ ഈ ഒരു കലാരൂപത്തെ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. അത് തന്നെയാണ് ഓരോ വർഷവും പുലിക്കളിക്ക് ഇവിടെ വരാൻ അവരെ പ്രേരിപ്പിക്കുന്നതും ആ ഒരു ഇഷ്ടം തന്നെയാണ്. അവരുടെ ഉപജീവന മാർഗം എന്നതിനപ്പുറത്തേക്ക് തൃശ്ശൂർക്കാരുടെ അഭിമാനമായി തന്നെയാണ് ഇവരിവിടെ ഇത് ഉയർത്തി കാണുകയും ചെയ്തത്. ഒരു പെൺകുട്ടി ഇവിടെ ചായം തേക്കുന്നുണ്ട്. ഹലോ, എന്താ പേര്? ശ്രീതു. ശ്രീതു ആദ്യമായിട്ടാണോ അതോ? അല്ല, കഴിഞ്ഞ വർഷം ഒരു പുലിനെ വരച്ചിട്ടുണ്ട്. ഇത് പഠിക്കാണോ? ഞാൻ ആർക്കിടെക്ചറിൽ പഠിക്കാം. എങ്ങനെ ഇതിലേക്ക് ഇൻട്രസ്റ്റ് വന്നത്? എങ്ങനെയാ ഇവിടേക്ക് വന്നത്? തൃശ്ശൂരാണല്ലോ, തൃശ്ശൂർക്കാരിയാണ്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് ഇതിന്റെ ഒരു ഇഷ്ടം എവിടെ നിന്ന് വന്നെന്ന് ചോദിക്കണ്ട അല്ലേ? ഇപ്പൊ എന്താണ്, ഏതെങ്കിലും പ്രത്യേകത ഉണ്ടോ ഇത്തവണ? അല്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പുള്ളിയാണ് വരച്ചത്. അപ്പൊ വരയം പുലി. ചേട്ടാ, മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. പഠിക്കണം. ഇത് എത്ര വർഷമായി? ഇതിലല്ല, മൊത്തത്തില് 8 വർഷമായി. ഓരോ തവണയും വന്ന് പുലികളി കഴിഞ്ഞ് മടങ്ങുമ്പോൾ അടുത്ത വർഷത്തേക്കും വരാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്തായിരിക്കും? ഘടകം എന്ന് പറഞ്ഞാൽ അതിന്റെ ഇൻട്രസ്റ്റ് ആണ് നമുക്ക് മെയിനായിട്ട്. ഇഷ്ടമാണ്. തൃശ്ശൂർക്കാരുടെ ഒരു അഭിമാനമാണ്. ഇത്തവണ വെറൈറ്റികളൊക്കെ ഉണ്ടാവും അല്ലേ? ഉണ്ടല്ലോ. ടീം 9 ഉണ്ടല്ലോ പ്രാവശ്യം. 9 ടീമുണ്ട് പ്രാവശ്യം. അടുത്ത മത്സരം തന്നെയാണ്. ഇവിടെ ഫസ്റ്റ് അടിക്കണമെന്നാണ് താല്പര്യം. ഫസ്റ്റ് അടിക്കട്ടെ. അപ്പോ എല്ലാവർക്കും, എല്ലാ മത്സരത്തിന് ഇറങ്ങുന്നവർക്കും തങ്ങൾ ഫസ്റ്റ് അടിക്കണമെന്നാണ് ആഗ്രഹം. ആ ഒരു ആവേശം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ കൊച്ചു കുട്ടികൾ, പുലിവേഷം കെട്ടിയവരുണ്ട്, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇതിന്റെ ഒരു ഇഷ്ടത്തോടുകൂടി ഈ ഒരു പുലി കളിക്ക് വേണ്ടി നഗരത്തിലേക്ക് ഇറങ്ങുന്ന ഒരുക്കങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, News 18 തൃശൂർ. ആണുങ്ങളുടെ മാത്രമല്ല പുലിക്കളിയെന്ന് തൃശ്ശൂരുകാർ മുൻപേ തന്നെ തെളിയിച്ചതാണ്. അച്ഛന്റെ വഴിയെ നടക്കുന്ന ഒരു കൊച്ചുമിടുക്കിയുണ്ട് സീതാറാം മിൽ ദേശത്തിന്റെ കൂടെ. 4ാം ക്ലാസ്സുകാരിയായ ശിവന്യ. പെൺപുലികള് അരങ്ങ് വാഴുകയാണ് തൃശ്ശൂര്. ആ പെൺപുലിയുടെ കൂട്ടത്തിലെ ഒരു ചെറിയ കുട്ടിപ്പുലിയുണ്ട്, ശിവന്യ അല്ലേ? ഓളെ എത്രയല്ല പഠിക്കണേ? ആദ്യമായിട്ടാണോ വേഷം കെട്ടണേ? എന്താണ് ഇങ്ങനെ വേഷം കെട്ടാനുള്ള കാരണം? അച്ഛനുണ്ടാറുണ്ട്, അപ്പൊ ഞാനും. അച്ഛൻ എല്ലാ വർഷവും കെട്ടുന്നതാണ്? കഴിഞ്ഞ വർഷം കിട്ടി. അപ്പൊ അച്ഛൻ പുലി വേഷം കെട്ടി കളിക്കുന്നുണ്ട്, മോൾക്ക് ഇഷ്ടം തോന്നി അല്ലേ? അപ്പൊ പറഞ്ഞ കഴിഞ്ഞ വർഷം തന്നെ പറഞ്ഞിരുന്നോ? അപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞേ ഈ പ്രാവശ്യം ഇടാന്ന് പറഞ്ഞു. ഇതിനിപ്പോ എന്ത് തോന്നുന്നു? ഇപ്പത്തെ വരച്ചോണ്ട് ഏത് പുലിയെ വരയ്ക്കണത്? കടുവേണ? എന്താ അങ്കിള് പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. കടുവേണ്. വരയം പുലി അല്ലേ? ഇവ എന്താണ് ഇത്? കഴിഞ്ഞ ഡാൻസ് സ്റ്റെപ്പൊക്കെ പഠിച്ചിട്ടുണ്ടാ? വീട്ടില് സ്റ്റെപ്പൊക്കെ വെച്ച് നോക്കാറുണ്ടാ? ഇനിയിപ്പോ സ്കൂളിലൊന്നും പോയിട്ടില്ലെന്ന്, ഇനി നാളെ സ്കൂളിൽ പോയിട്ട് കഥയൊക്കെ പറയാല്ലേ? കൂട്ടുകാരെങ്കിലും ഉണ്ടാ? ആരൊക്കെ ഉണ്ട് ഇവിടെ? ഇവിടെ ഇല്ല. വേറെ ആരെങ്കിലും കൂട്ടുകാരെ വേഷം കിട്ടുന്ന മോളുടെ? ഇല്ല. അപ്പൊ നമ്മള് സ്പെഷ്യലാണ് അല്ലേ? സ്കൂളിൽ സ്റ്റാർ ആവും. എന്തായാലും സൂപ്പർ. ചേട്ടാ, ഏതാണ് ഇത്? സാധാ പുലിയാണോ വരയുന്നത്? അതാ സാധാരണ പുലിയാണ്. ഒരു വരയം പുലിയുടെ ചെറിയ തല. ഈ ചെറിയ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് വരുമ്പോ വല്ലാത്തൊരു സന്തോഷല്ലേ? അതെ, വരയ്ക്കാൻ വളരെ സന്തോഷം. സാധാരണ ആൺകുട്ടികള് വേഷം കെട്ടുമ്പോ എന്താ മാറി നിൽക്കേണ്ട ആവശ്യം പെൺകുട്ടികൾക്ക് ആയിക്കൂടെ എന്നാണ് അല്ലേ? ഇതിന് വ്യത്യാസമൊന്നുമില്ല അല്ലേ? നമ്മൾ ഒരുപാട് ഇന്നത്തെ പുലിമടയിൽ പലയിടത്തും പോകുമ്പോഴേ ഒരുപാട് അച്ഛന്മാരുടെ കൂടെ മക്കളുണ്ട്. അവരൊക്കെ അച്ഛന്മാര് ഈ പുലി വേഷം കെട്ടി നൃത്തം ചെയ്യുന്നത് കണ്ടതിന്റെ ആവേശത്തില് അതേ വഴി വരികയാണ്. അപ്പൊ അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഒരേപോലെ തന്നെ വരുമ്പോ പുലിക്കളിയുടെ ആവേശം അത് തൃശ്ശൂരിന്റെ തനത് ആവേശമായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ ഓരോ പുലിമടയിൽ നിന്നും കാണുന്നത്. വിനോദ് കുമാറിനൊപ്പം CV അനുമോദ്, News 18. ചക്കാമുക്ക് ദേശത്തെ പെൺപുലികളെ പരിചയപ്പെടാം ഇനി. തുടർച്ചയായി 2ാം തവണയാണ് ഇവർ പുലികളായി വേഷമിടുന്നത്. തൃശ്ശൂരിലെ വൈബ് പെൺപുലികളെ കണ്ടിക്കാം. എന്നാൽ നമുക്ക് നേരെ കാണാം. ഇവിടെയുണ്ട്, എൻ്റെ കൂടെയുണ്ട്. നമ്മൾ സ്ത്രീകളില്ലാത്ത ഒരു മേഖലയില്ല. പിന്നെയല്ലേ തൃശ്ശൂരിലെ പുലിക്കളിക്ക് പെണ്ണുങ്ങൾ ഇറങ്ങാണ്ടിരിക്കുക അല്ലേ ചേച്ചി? ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടല്ല, 2ാം തവണയാണ്. വീട്ടിലെ പെൺപുലിയാണോ?
വീട്ടിലെ പുലി തന്നെയാണ്. തൃശ്ശൂരിലെയും പുലിയാണ്. ആ തൃശ്ശൂരിലെ രണ്ട് പാവം പുലിയാന്ന് തോന്നല്ലോ. അല്ല പാവം പുലിയൊന്നല്ല, 2 കൊല്ലമായിട്ട് ഇപ്പൊ തൃശ്ശൂരിലെ പുലിയാണ്. സീരിയസ് പുലിയാണോ കലിപ്പ് പുലിയാണോ? കുറച്ച് സീരിയസ് ആയിട്ടുള്ള പുലിയാണ്. ചേച്ചി എന്താണ് ഈ തൃശ്ശൂർ പൂരത്തെ അല്ല തൃശ്ശൂർ പുലിക്കളിക്ക് തൃശ്ശൂർ പൂരം തന്നെയാണല്ലോ അല്ലെ പുലിക്കളി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പുലിക്കളിക്ക് ഇറങ്ങാനുള്ള ഒരു ആവേശം എന്തായിരുന്നു? കഴിഞ്ഞ കൊല്ലം നമുക്ക് ഇതിനോടുള്ള ഒരു ഇഷ്ടം തോന്നി, അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പൊ ഈ കൊല്ലവും വിളിച്ചു, അങ്ങനെ വന്നു. ഈ കഴിഞ്ഞ വർഷം ഇറങ്ങിയപ്പോ എല്ലാവരുടെ അടുത്തും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതെ, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. നെഗറ്റീവ് അടിച്ച ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ? അങ്ങനെ എനിക്ക് അങ്ങനെ അധികം നെഗറ്റീവ് വരാറില്ല. ഫുൾ പോസിറ്റീവ് ആളാണ്. ചേച്ചി ശരിക്കും പോസിറ്റീവ് ആണോ? ഞാൻ നെഗറ്റീവ് ആണ്, ഫുള്ള് നെഗറ്റീവ് ആണ്. ചേച്ചി ഇങ്ങനെ ഇപ്പൊ കുറേ സമയം ഇങ്ങനെ കുറെ മണിക്കൂറുകൾ ഇങ്ങനെ നിൽക്കേണ്ടി വരുമല്ലോ, എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടൊക്കെ തോന്നാറുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് വിഷമവും ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. എന്താണ് ഇൻസ്പിറേഷൻ? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. എല്ലാ മേഖലയിലും സ്ത്രീകൾ വേണം അതുകൊണ്ടാണെന്നാണോ അല്ലെങ്കിൽ താല്പര്യം കൊണ്ടാണോ? തൃശ്ശൂർ ഗഡിയായതിന്റെ പുറത്താണ്? അല്ല, ഞാൻ ആക്ച്വലി എറണാകുളം ജില്ലക്കാരിയാണ്. അപ്പോൾ തൃശ്ശൂർ താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 വർഷം ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പുലികളിനോടുള്ളൊരു ഇഷ്ടം, അതുകൊണ്ടാണ് വേഷം ഇടാൻ ആഗ്രഹിച്ചത്. വീട്ടിലെല്ലാവരും സപ്പോർട്ടാണോ? വീട്ടിൽ സപ്പോർട്ടാണ്. ഇന്ന് കുറച്ച് നേരമായിട്ടുള്ളൂ അല്ലെ? ഇന്നലെ ഒന്നും തുടങ്ങിയിട്ടില്ലല്ലോ? ഇല്ലില്ല, ഇന്നിപ്പോൾ രാവിലെ കുറേ പേര് നമ്മൾ കണ്ട ആളുകളൊക്കെ ഇന്നലെ രാത്രിയേ തുടങ്ങി ഇങ്ങനെ നിൽക്കുന്ന ആളുകളാണ്. നമ്മൾ ഇന്ന് രാവിലെയാണ് നിങ്ങൾ 2 പേരുണ്ടല്ലേ ഇവിടെ? 2 സ്ത്രീകളുണ്ട്. മറ്റേ ആൾ എത്തുന്നേ ഉള്ളൂ? അല്ല, ആളിവിടെ ഉണ്ട്, പെയിന്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. എന്തായാലും തൃശ്ശൂർ നമ്മൾ പിടിക്കും. തൃശ്ശൂർ പിടിക്കണം. കപ്പടിക്കോ? അടിക്കണം. പിന്നെ ഞാനൊരു ആർട്ടിസ്റ്റും കൂടിയാണ്. നമ്മൾ വെണ്ണക്കണ്ണൻ്റെ ശ്രീകൃഷ്ണൻ്റെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന ആളാണ്. അപ്പോൾ ആ ഫോട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. കഴിഞ്ഞ വർഷം ഈ ദേശത്തിനൊപ്പം തന്നെ ആയിരുന്നു? അതെ, കഴിഞ്ഞ വർഷവും ചക്കാമുക്കിന് വേണ്ടി തന്നെയാണ് വേഷം ഇട്ടത്. ചക്കാമുക്കിൽ എത്ര പുലികൾ ഇറങ്ങും? 50 സംതിങ് ആണെന്ന് തോന്നുന്നു. അതിൽ 2 പെൺപുലികൾ ആണ്. ശരി. എന്തായാലും എന്ത് പുലിയാ ഇത്? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരയമ്പുലിയായിരുന്നു, സോറി പുള്ളിപ്പുലിയായിരുന്നു. ഈ പ്രാവശ്യം വരയനാണ്. ഈ 2 ചേട്ടന്മാരാണ് ഒരുക്കുന്നത്? അതെ, ഒരു പെൺപുലിയെ ഒരുക്കുകയാണ്. സന്തോഷം. കഴിഞ്ഞ വർഷം ചേച്ചി ചേട്ടനായിരുന്നു ഒരുക്കിയത്? പുലികൾക്കിടയിലെ പെൺപുലി അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഇതാ ഒരു പെൺപുലിയാണ് നമ്മൾ പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത്. സ്ത്രീകളില്ലാത്ത മേഖലയില്ല. തൃശ്ശൂർ പുലിക്കളിയുടെയും ഒരു അഴകെന്ന് പറയുന്നത് ഈ പെൺപുലികളൊക്കെ തന്നെയാണ്. ഇവരെന്തായാലും ഒരുക്കത്തിലാണ്. ഇവിടെ ചക്കാമുക്ക് ദേശത്തിലാണ് ഞാനുള്ളത്. ഇവിടെ 2 സ്ത്രീകളാണ്, 2 പെൺപുലികളുള്ളതല്ല. ഒരാൾ ഒരുങ്ങുന്നതേ ഉള്ളൂ, ഒരു ആളിവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവരും കുറച്ച് സമയം കൂടെ കാത്തിരിക്കണം. നമ്മൾ ആ കുറച്ച് സമയം കഴിയുമ്പോൾ ഒരുങ്ങി നമ്മുടെ തൃശ്ശൂർ നഗരത്തെ പിടിക്കാൻ, സ്വരാജ് റൗണ്ടിനെ പിടിക്കാൻ ഇറങ്ങും. അഖിലോട്ട് പാറയ്ക്കൊപ്പം ഭവ്യ പാർവതി, ന്യൂസ് 18. പെൺപുലിയായി ചുവടുവെച്ചപ്പോൾ ഉയർന്നിരുന്ന വിമർശനങ്ങളൊന്നും കാര്യമാക്കുന്നില്ല എന്ന് നിമിഷ ബൈജു. അധിക്ഷേപിക്കുന്നവർ അധിക്ഷേപിക്കും, വിമർശിക്കുന്നവർ വിമർശിക്കും, പക്ഷേ അതൊന്നും കാര്യമാക്കുന്നില്ലെന്നും അവർ പറയുന്നു. തുടർച്ചയായ 3ാം വർഷമാണ് നിമിഷ ബൈജു സീതാറാം മിൽ ദേശത്തിനു വേണ്ടി പുലിവേഷം കെട്ടുന്നത്. പുലിക്കളിക്ക് ആണുങ്ങളുടെ കൂടെ വനിതകൾ, സ്ത്രീകൾ ചുവട് വെച്ചപ്പോൾ ആദ്യം കുറച്ച് മുറുമുറുപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ എല്ലാവർക്കും ഒരേപോലെ തന്നെ ഇവിടെ അവസരമുണ്ടെന്നും അതിന്റെ അടയാളമാവുകയാണ് തൃശ്ശൂരിലെ പുലിക്കളിയിൽ ഇറങ്ങുന്ന പെൺപുലികൾ. നമ്മളിവിടെ പെൺപുലി ചേരുന്നുണ്ട്. നിമിഷേച്ചി, 3ാം തവണയാണ് അല്ലേ? ആദ്യമൊക്കെ പെൺപുലിയായിട്ട് കെട്ടുമ്പോൾ ഒരുപാട് പേര് വിമർശിക്കുകയോ ചെയ്തിരുന്നു? ഒരുപാട് പേര് ഇതൊക്കെ വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. പിന്നെ മുതുക്ക് കൂത്താട്ടം പറഞ്ഞിരുന്നു, പലതരത്തിലും വിമർശനം വന്നിരുന്നു. ഇപ്പോ അതൊക്കെ ആളുകൾ ഒരുപാട് പേര് ഇതേപോലെ തന്നെ വേഷം കെട്ട് ഇറങ്ങുമ്പോൾ കുറച്ചും കൂടി സ്വീകാര്യത കിട്ടുക തോന്നുന്നു. തീർച്ചയായിട്ടും. ഇപ്പൊ ഒരു അന്നത്തെ പോലെയല്ല, ഇപ്പൊ നല്ല സപ്പോർട്ട് ഉണ്ട്. എന്നാലും പറയുന്നവരെ പറഞ്ഞോണ്ടിരിക്കട്ടെ, നമുക്ക് അവരെ തിരുത്താൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും. എനിക്ക് കുഴപ്പമില്ല, എന്നെ ബാധിക്കില്ല. ഞാൻ നെഗറ്റീവിൽ നിന്ന് കയറി വന്ന ഒരാൾ തന്നെയാണ്. എന്താണ് ഇപ്പൊ 3ാമത്തെ തവണയും സീതാറാമിലേക്ക് വരുമ്പോ എന്താണ് അനുഭവം പങ്കുവെക്കാനുള്ളത്? ഞാൻ ആദ്യം പോയത് അയ്യന്തോളില. അപ്പൊ അവര് അവിടെ ലേഡീസിനെ ഇറക്കില്ല എന്നും പറഞ്ഞ് നമ്മളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇവരാണ്, ഈ ടീമിലേക്കാണ് എനിക്കൊരു അവസരം തന്നത്. അപ്പൊ പിന്നെ പുലികളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ കൊട്ടും മേളമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അതുകൊണ്ട് അവരുടെ കൂടെ തന്നെ ഇപ്പൊ 3ാമത്തെ വർഷം ഇറങ്ങി. ഒരു ബഹുമാനം, ഒരു ആദരം, അത് ഈ ഒരു പുലികളിക്ക് വേഷം കെട്ടുമ്പോഴും എല്ലായിടത്തും കിട്ടുന്നുണ്ടോ? ആദരം കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, ഇവര് ഒരു പെണ്ണായിട്ടല്ല നമ്മളെ ഇങ്ങനെ, അവരുടെ കൂട്ടത്തിൽ തന്നെ ഒരു അംഗമായിട്ട് തന്നെയാണ് നമ്മളെ നിർത്തിയേക്കണത്. അവരുടെ കൂടപ്പറപ്പായിട്ട് തന്നെ എന്നെ ചേർത്ത് നിർത്താണ്. എല്ലാവരും ടീമിലുള്ള എല്ലാവരും, എന്റെ ക്രൂ മെമ്പേഴ്സാണ് എല്ലാവരും. നല്ല സപ്പോർട്ടാണ് നമ്മൾ. ഇനി ഇത് വേഷം കെട്ടി കഴിഞ്ഞിട്ട് കിലോമീറ്റർ നടക്കാനുണ്ട്. പിന്നെ ഇല്ല, നമ്മൾ എന്തും തരണം ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആളാണ്. ക്ഷീണമൊന്നും നമ്മുടെ ലിസ്റ്റിലില്ല, ടയേർഡ് നമ്മുടെ ലിസ്റ്റിലില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് സാധിക്കാം.
എന്നാലും വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ, കളിയാക്കുന്നവർ കളിയാക്കട്ടെ, നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും അതാണ് ഈ ഒരു നയമാണ് അത് അവരുടെ പങ്കുവച്ചിട്ടുള്ളത്. ഇതിനെ പിൻപറ്റി അല്ലെങ്കിൽ ഇതിനെ പിന്തുടർന്ന് ഒരുപാട് പേർ ഇപ്പോൾ മറ്റു പല സംഘങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് കിട്ടുന്ന സ്വീകാര്യതയും വളരെ വലുതാണ്. വിനോദ് കുമാറിനൊപ്പം CB അനുമോദ്, ന്യൂസ് 18. 3 മണിയോടുകൂടി പുലികൾ സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങുകയായി. 3:30യോടുകൂടി സജീവമാകും. ഓരോ ദേശത്തിലും 51 പുലികൾ വീതമാണ് ഉള്ളത്. ഇത്തവണ പെൺപുലികളുടെ എണ്ണവും കൂടുതലാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ ഉണ്ടാവും ന്യൂസ് 18-ൽ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9,935, പവന് 79,480. 18 ക്യാരറ്റ് ഗ്രാമിന് 8,230, പവന് 65,840. വെള്ളി ഗ്രാമിന് 135, കിലോയ്ക്ക് 1,35,000 രൂപ. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് ടോം കുര്യാക്കോസ് ചേരും.